AC Learning, powered by Elegant Central Education and Research Center. ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്ററായ സ്ട്രക്ചർ ഓഫ് ആറ്റം, ആറ്റത്തിന്റെ ഘടന എന്ന പാഠഭാഗമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. തുടക്കത്തിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമാണ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലേ പാഠത്തിന്റെ പേര്, ആറ്റത്തിന്റെ ഘടന. അപ്പൊ ആറ്റത്തിന്റെ ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ പഠിക്കുന്നതിന് മുമ്പ് ആറ്റം എന്താണെന്ന് നമുക്ക് പഠിക്കണം. ആറ്റം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് പഠിക്കണം? മോളിക്യൂൾ എന്താണെന്ന് പഠിക്കണം. എന്താണ് മോളിക്യൂള്? നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ടേബിൾ ഒന്ന് നോക്കിക്കേ. ഇതിൽ ഷുഗർ എന്ന് പറഞ്ഞൊരു സബ്സ്റ്റൻസ് ഉണ്ട്, അതുപോലെ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ട്. ഈ ഷുഗറിന്റെയും ഗ്ലൂക്കോസിന്റെയും കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ഏതൊക്കെയാണ്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട് അല്ലേ? ഈ ഷുഗറിന്റെ കെമിക്കൽ ഫോർമുല എന്താ? C12H22O11. ഓക്കെ. ഗ്ലൂക്കോസിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? C6H12O6 അല്ലേ? അപ്പോൾ ഷുഗറിലും ഗ്ലൂക്കോസിലും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെന്റ്സ് ഒക്കെ സെയിം ആണ്, എങ്കിലും അതിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ അതിൻ്റെ കെമിക്കൽ ഫോർമുല വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ആ സബ്സ്റ്റൻസ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ സബ്സ്റ്റൻസിലും അതിൻ്റെ എന്താ പറയുക, കെമിക്കൽ ഫോർമുല, റേഷ്യോ ഓഫ് ആറ്റംസ് എല്ലാം വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വാട്ടർ എടുക്കുകയാണെന്ന് വെച്ചോളൂ. വാട്ടറിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെന്റ്സ് ഏതൊക്കെയാണ്? ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഓരോ സബ്സ്റ്റൻസിൻ്റെയും കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെന്റ്സ് വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ കെമിക്കൽ ഫോർമുല വ്യത്യാസമുണ്ട്, നമ്പർ ഓഫ് ആറ്റംസും വ്യത്യാസമുണ്ട്. ചിലതിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെന്റ്സ് സെയിം ആയിരിക്കും, പക്ഷേ അതിൻ്റെ റേഷ്യോസിലുള്ള വ്യത്യാസം കൊണ്ട് ആ സബ്സ്റ്റൻസ് വ്യത്യാസപ്പെട്ടിരിക്കും അല്ലേ? അപ്പോൾ ഒരു മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്മാത്ര. മലയാളം എന്താണ്? മോളിക്യൂളിൻ്റെ അർത്ഥമാണ് തന്മാത്ര. മോളിക്യൂൾ ഈസ് ദ സ്മോളസ്റ്റ് ഇൻഡിപെൻഡന്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ് പൊസസിങ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ സബ്സ്റ്റൻസ്. എന്താണ് മോളിക്യൂള്? തന്മാത്ര. എന്താ തന്മാത്ര? ഒരു പദാർത്ഥത്തിന്റെ, ഒരു സബ്സ്റ്റൻസിന്റെ എല്ലാ ഗുണമുള്ളതും സ്വതന്ത്ര അവസ്ഥയിൽ നിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് തന്മാത്ര, മോളിക്യൂള് എന്താണ് നമ്മൾ പഠിച്ചു ഇല്ലേ? ഇനി നമുക്ക് മോളിക്യൂൾസിനെ കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. ഏതൊക്കെയാണ്? H2O, N2, O3, CaO, CO2, C6H12O6, NaCl. ഇതൊക്കെ എന്താണ്? മോളിക്യൂൾസിന് എക്സാമ്പിളാണ്. ഈ മോളിക്യൂൾസ് ഒന്ന് നോക്കിയേ. ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്ന മോളിക്യൂൾസും ഉണ്ട്, എന്നാൽ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കാൻ കഴിയുന്ന മോളിക്യൂൾസ് ഉണ്ട്. എ മോളിക്യൂൾ മേ കൺസിസ്റ്റ് ഓഫ് 2 or more ആറ്റംസ് ഓഫ് എ സിംഗിൾ എലമെന്റ് ഓർ ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് അല്ലേ? അതായത് നൈട്രജൻ N2 എന്ന് നോക്കിയേ. മോളിക്യൂൾ കൺസിസ്റ്റ് ഓഫ് 2 or more ആറ്റംസ് ഓഫ് എ സിംഗിൾ എലമെന്റ്. ഒരു സിംഗിൾ എലമെന്റിൽ 2 ആറ്റം ഉണ്ട് അല്ലേ നൈട്രജനിൽ? അതുപോലെ ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ്. H2O ആണെങ്കിൽ H2 ഉണ്ട്, അതുപോലെ ഓക്സിജനും ഉണ്ട്. രണ്ടും കൂടി ചേർന്നതാണ് എന്ത്? വാട്ടർ. അപ്പോൾ മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോളിക്യൂൾ മേ കൺസിസ്റ്റിംഗ് ഓഫ് 2 or more ആറ്റംസ് ഓഫ് എ സിംഗിൾ എലമെന്റ് ഓർ ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ്. ഓക്കെ. അപ്പോൾ മോളിക്യൂൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഇനി മോളിക്യൂൾസിന്റെ കുറച്ച് പോയിന്റ്സുകൾ നമുക്ക് നോക്കാം. കമ്പോണന്റ് എലമെന്റ്സ് ഇൻ എ മോളിക്യൂൾ ആർ ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ്. അതായത് തന്മാത്രയിൽ അടങ്ങിയ ഘടകമൂലകങ്ങൾ, അതായത് ആ സബ്സ്റ്റൻസിൽ അല്ലെങ്കിൽ ആ മോളിക്യൂളിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെന്റ്സ് ഇനത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അല്ലേ? ഇപ്പോൾ ഷുഗറും വാട്ടറും എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഷുഗറിലെയും വാട്ടറിലെയും കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെന്റ്സ് വ്യത്യാസമുണ്ട് ഇല്ലേ? അതാണ് പറഞ്ഞത്. കമ്പോണന്റ് എലമെന്റ്സ് ഇൻ എ മോളിക്യൂൾ ആർ ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ്.
അതുപോലെ തന്നെ ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് മേ ഡിഫർ ഇൻ ഡിഫറൻറ്റ് സബ്സ്റ്റൻസസ്. ഘടകമൂലക ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ അനുപാതം വ്യത്യസ്ത പദാർത്ഥങ്ങളിൽ വ്യത്യസ്തമാവാം. അതായത് ഷുഗറും ഗ്ലൂക്കോസും എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലിമെൻറ്റ്സ് ഒരേ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലിമെൻറ്റ്സ് ആണ്, എന്നാൽ അതിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് വ്യത്യാസമുണ്ട്. കാർബണിൽ അതായത് ഷുഗറിലുള്ള കാർബൺ എന്ന് പറയുന്നത് C12 ആണ്, എന്നാൽ ഗ്ലൂക്കോസിൽ എത്രയാണ് C6 ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ആറ്റംസിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടിരിക്കും. ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് ബൈ ഡിഫർ ഇൻ ഡിഫറൻറ്റ് സബ്സ്റ്റൻസസ്. ഓരോ സബ്സ്റ്റൻസിലും ആറ്റംസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും, വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ മോളിക്യൂൾ എന്താണെന്ന് പഠിച്ചു ഇല്ലേ? മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണോ ഒന്നുകൂടി പറഞ്ഞേ. Molecule is the smallest independent particle of a substance possessing all the properties of a substance. ഓക്കെ, അപ്പോൾ മോളിക്യൂൾ പഠിച്ചു. ഇനി ആറ്റം എന്താണെന്ന് നോക്കാം. ആറ്റം എന്താണ്? ആറ്റം എന്ന് പറയുന്നത്, മോളിക്യൂൾ ആർ കമ്പോസ്ഡ് ഓഫ് ആറ്റംസ്. അതായത് തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആറ്റങ്ങൾ കൊണ്ടാണ്. മോളിക്യൂൾ ആർ കമ്പോസ്ഡ് ഓഫ് ആറ്റംസ്. തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. ആറ്റംസ് കണ്ടെയ്നിങ് സ്മോളർ പാർട്ടിക്കിൾസ്. ആറ്റങ്ങളിൽ അവയേക്കാൾ ചെറിയ കണങ്ങൾ അടങ്ങിയിരിക്കുന്നു. ആറ്റം കമ്പോസ്ഡ് ഓഫ് സ്മോളർ പാർട്ടിക്കിൾസ്. അതായത് തന്മാത്രകൾ ഉണ്ടായിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. ആറ്റങ്ങളിൽ എന്തുണ്ട്? അവയേക്കാൾ ചെറിയ കണങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. അവയേക്കാൾ ചെറിയ എന്തുണ്ട്? സ്മോളർ പാർട്ടിക്കിൾസ് ഉണ്ട്. ആറ്റംസ് കണ്ടെയ്നിങ് സ്മോളർ പാർട്ടിക്കിൾസ്. ഈ ആറ്റത്തിലെ പ്രധാനപ്പെട്ട പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട കണങ്ങൾ ഏതൊക്കെയാണ്? ദ പാർട്ടിക്കിൾസ് ഇൻ ആൻ ആറ്റം. ഏതൊക്കെയാണ് പാർട്ടിക്കിൾസ് ഇൻ ആൻ ആറ്റം? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഏതൊക്കെയാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. നമ്മൾ പറഞ്ഞില്ലേ ആറ്റംസ് കണ്ടെയ്ൻ സ്മോളർ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു. ഈ പാർട്ടിക്കിൾസിനെ പറയുന്ന പേരാണെന്ത്? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. എന്താണ്? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസ് ഇൻ ദ ആറ്റം ആർ കോൾഡ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ഈ പാർട്ടിക്കിൾസ് ആണ് ഏതൊക്കെ? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ആറ്റംസിലെ സ്മോളർ പാർട്ടിക്കിൾസ് ആണ് ഏത്? അതിനെ പറയുന്ന പേരാണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ഈ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ് ഏതൊക്കെ? ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. 3 എണ്ണാണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ആൻഡ് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് നോക്കാം. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് വില്യം ക്രൂക്സ് ആണ്. വില്യം ക്രൂക്സ് എന്ന ശാസ്ത്രജ്ഞനാണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിന്റെ മാതൃകയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസ്ചാർജ് ട്യൂബിന്റെ ഉള്ളിൽ കാഥോഡ് ഉണ്ട്, അതുപോലെ തന്നെ ആനോഡ് ഉണ്ട്. കാഥോഡിന്റെ അവിടെ നെഗറ്റീവ് ചാർജ് ആണ്, ആനോഡിന്റെ അവിടെ പോസിറ്റീവ് ചാർജ് ആണ്. ഒരു വാക്വം പമ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഹൈ വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. 1875 വില്യം ക്രൂക്സ് എന്ന ശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടക്ട് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്ചാർജ് ട്യൂബാണ് ഈ പരീക്ഷണത്തിന് വേണ്ടി എടുത്തത്. ഈ ഡിസ്ചാർജ് ട്യൂബിൻ്റെ ഉള്ളിൽ 2 ഇലക്ട്രോഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 2 ഇലക്ട്രോഡുകൾ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കാഥോഡാണ്, ഒരെണ്ണം ആനോഡാണ്. കാഥോഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജാണ്, ആനോഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ 2 ഇലക്ട്രോഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇതിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു. ഹൈ വോൾട്ടേജുള്ള ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു. ഹൈ വോൾട്ടേജിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോൾ ഈ ഡിസ്ചാർജ് ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ ഇലക്ട്രിസിറ്റി പോകുന്നതായിട്ട് അദ്ദേഹം കണ്ടില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിസ്ചാർജ് ട്യൂബിൻ്റെ ഉള്ളിലെ വായു, എയർ ഇവാക്വേറ്റ് ചെയ്തു. എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസുലേറ്ററാണ്. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഇൻസുലേറ്റർ ആയതുകൊണ്ട് അതിൽ കൂടെ വൈദ്യുതി കടന്നു പോവില്ല.
ഓക്കെ, അവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ല. ഡസ് നോട്ട് പാസ് ത്രൂ എയർ ബിക്കോസ് എയർ ഈസ് ആൻ ഇൻസുലേറ്റർ. ഓക്കെ, അപ്പം അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അതിലത്തെ എയർ, ഡിസ്ചാർജ് ട്യൂബിലെ എയർ അത് ഇവാക്വേറ്റ് ചെയ്തു. ഡിസ്ചാർജ് ട്യൂബ് ഇവാക്വേറ്റ് ചെയ്തു. ഇവാക്വേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായുവിനെ ശൂന്യമാക്കി. അവിടെ വായുവിനെ കുറച്ച് 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 ഇല്ലാതാക്കിയ സമയത്ത് അതിൽ കൂടെ അദ്ദേഹം എന്ത് കണ്ടു, ഇലക്ട്രിക് ഡിസ്ചാർജ് കണ്ടു. ഇലക്ട്രിക് ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതി കടന്നു പോകുന്നതായി കണ്ടു. അപ്പൊ എന്താണ് അവിടെ നോട്ട് ചെയ്തതെന്ന് വെച്ചാൽ ആനോഡിന്റെ ഭാഗത്ത്, ആനോഡിന്റെ പിറകിലായിട്ട്, ആനോഡ് എന്ന് പറഞ്ഞാൽ ചെറിയ സുഷിരങ്ങളൊക്കെ ഉള്ള ഭാഗമാണ്. അപ്പൊ ആനോഡിൽ കൂടെ ഈ വൈദ്യുതി കടന്നു പോയപ്പോൾ ആനോഡിന്റെ പിറകിലായിട്ട് ഒരു സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തിട്ടുള്ള ഒരു വോളാണുള്ളത്. ആ വോളില് ഒരു ലൈറ്റ് ഗ്രീൻ ഗ്ലോ ആയി അവിടെ ഒബ്സർവ് ചെയ്തു അദ്ദേഹം. അവിടെ അദ്ദേഹം കണ്ടു ഒരു ലൈറ്റ് ഗ്രീൻ കളർ അദ്ദേഹം കണ്ടു, ഒരു ഗ്ലോ കണ്ടു, ഒരു തിളക്കം, ലൈറ്റ് ഗ്രീൻ ഗ്ലോ, ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള ഒരു ലൈറ്റ് പച്ച കളർ അവിടെ ഗ്ലോ ചെയ്യും, തിളക്കം അദ്ദേഹം കണ്ടു. അപ്പോൾ അതെന്താണ് അദ്ദേഹം നോക്കിയപ്പോൾ കാഥോഡിൽ നിന്ന് വരുന്ന റേസ് ആണ് ഇതിന് കാരണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ഈ റേസിനെ പറയുന്ന പേരാണ് എന്ത്, കാഥോഡ് റേസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഇത് കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികളാണ് ഈ തിളക്കത്തിന് കാരണം. സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തിട്ടുള്ള ഒരു വോളാണ് ആനോഡിന്റെ പിറകിലുള്ളത്. അവിടെ ഒരു ലൈറ്റ് ഗ്രീൻ ഗ്ലോ അദ്ദേഹം ഒബ്സർവ് ചെയ്തു. ഈ ലൈറ്റ് ഗ്രീൻ ഗ്ലോയ്ക്ക് കാരണം എന്താണ്, കാഥോഡിൽ നിന്ന് വരുന്ന റേസ് ആണ്, കാഥോഡ് റേസ് ആണ്. അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് എന്ത്, കാഥോഡ് റേസ്. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ടായ ആ ഗ്രീൻ ഗ്ലോയ്ക്ക് എന്താ കാരണം എന്ന് നമ്മൾ പറഞ്ഞേ, കാഥോഡിൽ നിന്ന് വരുന്ന റേസ് ആണ് ഈ ഗ്രീൻ ഗ്ലോയ്ക്ക് കാരണം. ഈ റേസിനെ പറയുന്ന പേരാണ് എന്ത്, കാഥോഡ് റേസ്. ഓക്കെ, ഇനി ഈ കാഥോഡ് റേസിന് കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ആ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പഠിക്കാം. ഓക്കെ, കാഥോഡ് റേസിന്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് നമുക്ക് നോക്കാം. കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ദേ ക്യാൻ കാസ്റ്റ് ഷാഡോസ് ഓഫ് ഒപാക് ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഇൻ ദ പാത്ത് ഓഫ് ദി റേസ്. അതായത് കാഥോഡ് റേസിൻ്റെ പാത്തിൽ ഒരു ഒപാക് ഒബ്ജക്റ്റ്, ഒരു അതാര്യ വസ്തു വെച്ച് കഴിഞ്ഞാൽ അവിടെ നിഴലുണ്ടാവുന്നു, ഒരു ഷാഡോ ഉണ്ടാവുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, കാഥോഡ് റേസ് സ്ട്രെയിറ്റ് ലൈനിലാണ് സഞ്ചരിക്കുക, നേർരേഖയിലാണ് കാഥോഡ് റേസ് എന്ത് ചെയ്യുക, ട്രാവൽ ചെയ്യുക. കാഥോഡ് റേസ് travel in straight line. They can cast shadows of opaque object placed in the path of the rays. ഈ ചിത്രത്തിൽ നോക്കി, കാഥോഡ് റേസ് സ്ട്രെയിറ്റ് ലൈനിലാണ് പോണത്. അപ്പോൾ അവിടെ ഒരു ഒപ്പാക്ക് ഒബ്ജക്റ്റ് വെച്ചപ്പോൾ ആ ആനോഡിൻ്റെ, ആ ഒപ്പാക്ക് ഒബ്ജക്റ്റിൻ്റെ ഷാഡോ അതിന് തൊട്ട് അവിടെ കാണിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് മനസ്സിലാക്കാം, കാഥോഡ് റേസ് സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാർട്ടിക്കിൾസ് ഇൻ ദ കാഥോഡ് റേസ് പൊസസ് മാസ്. വെൻ എ പാഡിൽ വീൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദ പാത്ത്, ദ വീൽ റൊട്ടേറ്റ്സ്. എന്താ അത് പറയുന്നത്, കാഥോഡ് റേസിൻ്റെ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക് ആണ് എന്ത്, കാഥോഡ് രശ്മികളുടെ പാതയിൽ നേർത്ത ഇതളുകളുള്ള ചക്രം, പാഡിൽ വീൽ എന്നാണ് പറയുന്നത്, അത് വെച്ച് കഴിഞ്ഞാൽ അത് കറങ്ങുന്നു, അത് റൊട്ടേറ്റ് ചെയ്യുന്നു അല്ലേ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, കാഥോഡ് രശ്മികളിലെ കണങ്ങൾക്ക് എന്തുണ്ട്, മാസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. കാഥോഡ് റേസ് വരുമ്പോൾ ആ പാഡിൽ വീല് നേരത്തെ ഇതളുകളുള്ള ചക്രമാണ്. അപ്പോൾ കാഥോഡ് റേസ് വരുമ്പോൾ ആ പാഡിൽ വീല് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. എന്താ അതിന് കാരണം, ഈ കാഥോഡ് റേസിൽ എന്താണ്, കാഥോഡ് രശ്മികൾക്ക് എന്തുണ്ട്, മാസ് ഉണ്ട്, ഒരു വെയിറ്റ് ഉണ്ട്, ഒരു മാസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഒന്നുകൂടി വായിക്കാം. പാർട്ടിക്കിൾസ് ഇൻ ദ കാഥോഡ് റേസ് പൊസസ് മാസ്. വെൻ എ പാഡിൽ വീൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദ പാത്ത്, ദ വീൽ റൊട്ടേറ്റ്സ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് നോക്കാം. വെൻ ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ്, ദ റേസ് ഡിഫ്ലക്ട്സ് ഓർ ബെൻഡ്സ് ടുവാർഡ്സ് ദ പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ്.
ദിസ് ഇൻഡിക്കേറ്റ് നെഗറ്റീവ് ചാർജ് ഓൺ ദ പാർട്ടിക്കിൾസ്. അതായത് കാഥോഡ് രശ്മികളുടെ പാതയുടെ ഇരുഭാഗത്തായിട്ട് വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ രണ്ട് ഭാഗത്തായിട്ട് കാഥോഡ് രശ്മിയുടെ ട്രാവൽ ചെയ്യുന്ന ആ പാത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്, എന്താ ഉണ്ടാവുന്നത്? ഈ രശ്മികളെ പോസിറ്റീവ് ഭാഗത്തേക്ക് ആകർഷിക്കപ്പെടുന്നതായി കാണുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? കാഥോഡ് രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. When the electric field is applied, the rays bends towards the positive charged plate. This indicates negative charge on the particles. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ റേസ് എങ്ങോട്ട് ചെയ്യാണ്? പോസിറ്റീവ് ചാർജ് പ്ലേറ്റിലേക്ക് ബെൻഡ് ചെയ്യാണ്. കണ്ടില്ലേ ആ ചിത്രത്തിൽ നോക്കിയേ, കാഥോഡ് റേസിൽ നിന്നും പുറപ്പെടുന്ന ആ രശ്മികൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? കാഥോഡ് റേസ് പോസിറ്റീവ് ചാർജുള്ള പ്ലേറ്റിലേക്ക് ബെൻഡ് ചെയ്യാണ്. അപ്പം അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? കാഥോഡ് റേസിന് എന്താണ്? കാഥോഡ് റേസിലുള്ളത് എന്താണ്? നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓൾസോ ദ കാഥോഡ് റേസ് ഡിഫ്ലെക്ട്സ്. ദിസ് ഈസ് ഓൾസോ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ചാർജ് ഓൺ ദ പാർട്ടിക്കിൾസ്. മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? കാഥോഡ് റേസ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ബെൻഡ് ചെയ്യുന്നു. ഇതിന് കാരണം എന്താണെന്നാണ് പറയുന്നത്? ആ പാർട്ടിക്കിൾസിന് എന്തുണ്ട്? ചാർജ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് അത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ 4 ക്യാരക്ടറിസ്റ്റിക് പഠിച്ചു. എന്താണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്? എന്താണ്? കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കി? ദേ ക്യാൻ കാസ്റ്റ് ഷാഡോസ് ഓഫ് ഒപാക് ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഇൻ ദ പാത്ത് ഓഫ് ദി റേസ്. നെക്സ്റ്റ് വൺ എന്താണ്? പാർട്ടിക്കിൾസ് ഇൻ ദ കാഥോഡ് റേസ് പൊസസ് മാസ്. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കിയേ? വെൻ എ പാഡിൽ വീൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദ പാത്ത് ദ വീൽ റൊട്ടേറ്റ്സ്. നെക്സ്റ്റ് എന്താണ്? വെൻ ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് ദ റേസ് ഡിഫ്ലെക്ട്സ് ഓർ ബെൻഡ്സ് ടുവാർഡ്സ് ദ പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ്. ദിസ് ഇൻഡിക്കേറ്റ് നെഗറ്റീവ് ചാർജ് ഓൺ ദ പാർട്ടിക്കിൾസ്. ഓക്കെ, fourth one ഏതാണ്? ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓൾസോ ദ കാഥോഡ് റേസ് ഡിഫ്ലെക്ട്സ് ഓർ ബെൻഡ്സ്. ദിസ് ഈസ് ഓൾസോ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ചാർജ് ഓൺ ദ പാർട്ടിക്കിൾസ്. അങ്ങനെ 4 നമ്മൾ പഠിച്ചു. ഓക്കെ, കാഥോഡ് റേസ് സ്ട്രെയിറ്റ് ലൈനിലാണ് സഞ്ചരിക്കുക. അതുപോലെ കാഥോഡ് റേസിന് എന്തുണ്ട്? മാസ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? കാഥോഡ് റേസ് പാർട്ടിക്കിൾ പോസിറ്റീവ് ചാർജുള്ള ഭാഗത്തേക്കാണ് ബെൻഡ് ചെയ്യുന്നത്. അപ്പോൾ കാഥോഡ് റേസിന് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണുള്ളത് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ കാഥോഡ് റേസിൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? അതും ബെൻഡ് ചെയ്യുന്നു, ഡിഫ്ലക്റ്റ് ചെയ്യുന്നു അല്ലേ? റേസ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. കാരണം എന്താണ്? ആ പാർട്ടിക്കിൾസിന്, കാഥോഡ് റേസിൽ നിന്ന് പുറപ്പെടുന്ന പാർട്ടിക്കിൾസിന് എന്തുണ്ട്? ചാർജ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കാഥോഡ് റേസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ പഠിച്ചു ഇല്ലേ? അപ്പോൾ ആ കാഥോഡ് ട്യൂബിനുള്ളിൽ, ആ ഡിസ്ചാർജ് ട്യൂബിനുള്ളിൽ ഗ്യാസ് മാറ്റിയാലോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ട്യൂബിൽ ഇലക്ട്രോഡ് മെറ്റൽസ് ഒക്കെ ചേഞ്ച് ചെയ്താലോ ഒന്നും ആ കാഥോഡ് റേസിന്, അതിൻ്റെ പ്രോപ്പർട്ടീസിനൊന്നും ഒരു ചേഞ്ചും സംഭവിക്കില്ല. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി റേസ് വെൻ ദ ഗ്യാസ് ഈസ് ഇൻസൈഡ് ദ ഡിസ്ചാർജ് ട്യൂബ് ഓർ ദ ഇലക്ട്രോഡ് മെറ്റൽ ആർ ചേഞ്ച്ഡ്. ആ ഗ്യാസിനോ അല്ലെങ്കിൽ ആ ഇലക്ട്രോഡ് മെറ്റൽസിനോ ഒക്കെ ചേഞ്ച് വരുത്തിയാലും ഈ റേസിൻ്റെ പ്രോപ്പർട്ടീസിനൊന്നും ഒരു ചേഞ്ച് സംഭവിക്കില്ല. അപ്പോൾ ദിസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ പാർട്ടിക്കിൾസ് ഇൻ ദ കാഥോഡ് റേസ് ആർ പ്രസൻറ്റ് ഇൻ ഓൾ സബ്സ്റ്റൻസസ്. ഇതിൽ നിന്ന് എന്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? കാഥോഡ് റേസിലെ പാർട്ടിക്കിൾസ് എല്ലാ പദാർത്ഥങ്ങളിലും, എല്ലാ സബ്സ്റ്റൻസിലും അടങ്ങിയ അടിസ്ഥാന പാർട്ടിക്കിൾസാണ്. ഓക്കെ, അടിസ്ഥാനമാണെന്ന്. അതായത് ദിസ് ഇൻഡിക്കേറ്റ്സ് ദ പാർട്ടിക്കിൾസ് ഇൻ ദ കാഥോഡ് റേസ് ആർ പ്രസൻറ്റ് ഇൻ ഓൾ സബ്സ്റ്റൻസസ്. എല്ലാ സബ്സ്റ്റൻസിലും എന്തുണ്ട്? ഈ കാഥോഡ് റേസിൻ്റെ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസിനെ പറയുന്ന പേരാണ് എന്ത്? ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഈ പാർട്ടിക്കിൾസിനെ പറയുന്ന പേരാണ് എന്ത്? ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി വായിക്കാം. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി റേസ് വെൻ
The gas is inside the discharge tube or the electrode metal are changed. This indicates that the particles in the cathode rays are present in all substances. These particles are called electrons. ഈ ഇലക്ട്രോണുകളുടെ ചാർജും മാസും തമ്മിലുള്ള റേഷ്യോ അത് കണ്ടുപിടിച്ചിട്ടുള്ളത് ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളത് ജെ തോമസ് ആണ്. E/m റേഷ്യോ. The ratio of electrical charge to mass of an electron was determined by J.J. Thomson. E/m ratio was determined by J.J. Thomson. ഓക്കെ, അത് ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളത് J.J. തോമസൺ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ E/m റേഷ്യോൻ്റെ കണ്ടുപിടുത്തം, അതുപോലെ തന്നെ കാത്തോഡ് റേസിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനങ്ങളും സ്റ്റഡീസൊക്കെ ഈ ശാസ്ത്രലോകം അംഗീകരിച്ചതോടെ ആറ്റത്തേക്കാൾ ചെറിയ കണങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ചു. അങ്ങനെ ആറ്റത്തെക്കാളും ചെറിയ കണങ്ങളുണ്ടെന്ന് മനസ്സിലായി. ഇറ്റ് വാസ് പ്രൂവ്ഡ് ദാറ്റ് ദെർ വർ പാർട്ടിക്കിൾസ് സ്മോളർ ദാൻ ആറ്റംസ്. ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഹൗ വാസ് ഇറ്റ് പ്രൂവ്ഡ് ദാറ്റ് ഇലക്ട്രോൺസ് ഹാവ് മാസ്? എങ്ങനെയാണ് ഇലക്ട്രോൺസിന് മാസ് ഉണ്ടെന്ന് മനസ്സിലായേ? ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചു, ഈ കാഥോഡിൽ നിന്ന് വരുന്ന റേസ് ആണ് ഇലക്ട്രോൺസ്. നമ്മൾ പഠിച്ചു ഇല്ലേ? അതായത് ഇലക്ട്രോൺസിന് എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. അതായത് കാഥോഡ് റേസിന് നെഗറ്റീവ് ചാർജാണെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ റേസിന് എന്താണ്? ഇതാണ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു. ഓക്കെ, ഈ പാർട്ടിക്കിൾസിനെ നമ്മൾ എന്ത് വിളിച്ചു? ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു. ഇലക്ട്രോൺസിന് മാസ് ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായത്? അതെന്ത് ചെയ്തപ്പോഴാണ്? നമ്മൾ കാത്തോഡ് റേസിൻ്റെ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക് എന്താ പഠിച്ചത്? ഓർമ്മയുണ്ടോ? പാർട്ടിക്കിൾസ് ഇൻ ദ കാത്തോഡ് റേസ് പൊസസ് മാസ് വെൻ എ പാഡിൽ വീൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദ പാത്ത് ദ വീൽ റൊട്ടേറ്റ്സ്. അതായത് കാത്തോഡ് റേസിന് മാസ് ഉണ്ട്, അതായത് ഇലക്ട്രോൺസിന് മാസ് ഉണ്ട്. എങ്ങനെ? എന്ത് ചെയ്തപ്പോഴാണ് മനസ്സിലായത്? അവിടെ എന്ത് ചെയ്തു? ഒരു പാഡിൽ വീല് ഈ പാത്തിൽ, ഈ കാത്തോഡ് റേസ് പോകുന്ന പാത്തിൽ എന്ത് വെച്ചൊരു പാഡിൽ വീല് വെച്ചപ്പോൾ ആ വീല് എന്ത് ചെയ്തു? റൊട്ടേറ്റ് ചെയ്തു. നമ്മൾ ക്യാരക്ടറിസ്റ്റിക് പഠിച്ചത് ഓർമ്മയില്ലേ? അപ്പോൾ എന്താണ്? ഇലക്ട്രോൺസിന് മാസ് ഉണ്ടെന്ന് മനസ്സിലായോ? ഇനി ടെക്സ്റ്റിൽ വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. കാത്തോഡ് റേസ് cast shadows of opaque objects placed in their path. What can be inferred from this? അതായത് കാത്തോഡ് റേസ് പോകുന്ന പാത്തിൽ ഒരു ഒപ്പാക്ക് ഒബ്ജക്റ്റ് വെച്ചു. അപ്പോൾ അവിടെ എന്തുണ്ടായി? അതിൻ്റെ ഷാഡോ ഉണ്ടായി ഇല്ലേ? ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായതെന്നാണ് ചോദിച്ചത്. എന്താ മനസ്സിലായിട്ടുള്ളത്? നമ്മൾ ഏറ്റവും ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് എന്താ പഠിച്ചേ? കാത്തോഡ് റേസ് travel in straight line, so they can cast shadow of opaque object placed in the path of the rays. അതായത് കാത്തോഡ് റേസ് നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? കാത്തോഡ് റേസിൻ്റെ പാത്തിൽ ഒരു ഒപ്പാക്ക് ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ അവിടെ എന്തുണ്ടായി? ആ വസ്തുവിൻ്റെ നിഴലുണ്ടായി ഇല്ലേ? അങ്ങനെ എന്ത് മനസ്സിലാക്കാം? കാത്തോഡ് റേസ് സ്ട്രെയിറ്റ് ലൈനിലാണ് സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ മോളിക്യൂൾ പഠിച്ചു, ആറ്റം പഠിച്ചു, കാത്തോഡ് റേസ് പഠിച്ചു, കാത്തോഡ് റേസ് ഇലക്ട്രോൺസ് പഠിച്ചു ഇല്ലേ? കാത്തോഡ് റേസ് ആണ് ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ആണെന്ന് പഠിച്ചു, ഇലക്ട്രോൺസിന് മാസ് ഉണ്ടെന്ന് പഠിച്ചു. ഇലക്ട്രോൺസ് സഞ്ചരിക്കുന്നത്, ഈ കാത്തോഡ് റേസ് സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ലൈനിലാണെന്ന് മനസ്സിലായി. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ റേസ് പോസിറ്റീവ് ചാർജിലേക്ക് ബെൻഡ് ചെയ്യും. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിലും അത് ഡിഫ്ലക്റ്റ് ചെയ്യും. കാരണം എന്താ? ഈ പാർട്ടിക്കിൾസിന് എന്തുണ്ട്? ചാർജ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? പ്രോട്ടോൺ ഡിസ്കവറി ആൻഡ് നെയിമിങ്. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റിൽ വില്യം ക്രൂക്സ് 1875 കാത്തോഡ് റേസ് കണ്ടുപിടിച്ചു.
കാഥോഡ് റേസ് കണ്ടുപിടിക്കുന്ന സമയത്ത് അതിൻ്റെ ആനോഡ് എങ്ങനെയായിരുന്നു? പെർഫോറേറ്റഡ് ആനോഡാണ്, അതായത് ഹോൾസ് ഉള്ള ആനോഡായിരുന്നു. ഇനി ഓയിഗൻ ഗോൾഡ്സ്റ്റെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തു. എങ്ങനെ? കാഥോഡ് പെർഫോറേറ്റഡ് കാഥോഡായിരുന്നു. കാഥോഡിലായിരുന്നു എന്തുള്ളത്? നെഗറ്റീവ് ചാർജ് ഇലക്ട്രോഡായ കാഥോഡിലാണ് എന്തുള്ളത്? ഹോൾസ് ഉള്ളത്. അതാണ് പെർഫോറേറ്റഡ് കാഥോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്ത സമയത്ത് അദ്ദേഹം കണ്ടുപിടിച്ചതാണ് കനാൽ റേസ് എന്ന് പറയുന്നത്. കനാൽ റേസ് ഓയിഗൻ ഗോൾഡ്സ്റ്റെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ കനാൽ റേസ് കണ്ടുപിടിച്ചു 1886 1886 യൂഗൻ ഗോൾഡ്സ്റ്റെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ കനാൽ റേസ് കണ്ടുപിടിച്ചു. ഈ റേസ് ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് വരുന്ന റേസാണ്. കനാൽ റേസ് എന്ന് പറയുന്നത് എന്താണ്? ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് വരുന്ന റേസാണ്. കാഥോഡ് റേസ് എന്തായിരുന്നു? കാഥോഡിൽ നിന്നും ആനോഡ് റേസിലേക്ക് വരുന്നതാണ്. കനാൽ റേസ് എന്ന് പറഞ്ഞാൽ ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് വരുന്ന റേസാണ്. ഈ കനാൽ റേസിനെ ആനോഡ് റേസ് എന്നും പറയും. ആസ് ദ കനാൽ റേസ് സ്റ്റാർട്ട്സ് ഫ്രം ആനോഡ്, ദേ ആർ കോൾഡ് ആനോഡ് റേസ്. ഓക്കെ, ഈ കനാൽ റേസ് ആനോഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിനെ എന്ത് പറയും? ആനോഡ് റേസ് എന്ന് പറയും. ഓക്കെ, ദീസ് റേസ് ക്യാരീസ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഈ റേസിന് എന്താണ്? ഈ റേസിൽ എന്താ ഉള്ളത്? പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് ഉള്ളത്. പ്രോപ്പർട്ടീസ് ഓഫ് കനാൽ റേസ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ഗ്യാസ് ഇൻസൈഡ് ദ ഡിസ്ചാർജ് ട്യൂബ്. ഡിസ്ചാർജ് ട്യൂബിലുള്ള ഗ്യാസസിൻ്റെ ചേഞ്ചസിനനുസരിച്ച് കനാൽ റേസിൻ്റെ പ്രോപ്പർട്ടീസിലും ചേഞ്ച് ഉണ്ടാവും എന്നാണ് പറയുന്നത്. Okay, when the experiment is done using hydrogen gas in the tube, canal rays with the smallest and highest positive particles were found. They are called protons. എന്താ അതിൽ പറയുന്നത്? അതായത് ഹൈഡ്രജൻ വാതകം ഉപയോഗിച്ചിട്ട് അദ്ദേഹം എക്സ്പെരിമെൻ്റ് നടത്തിയപ്പോൾ കനാൽ റേസ് ലഭിച്ചു ഇല്ലേ? അപ്പം ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമായ പോസിറ്റീവായ കണങ്ങൾ കണ്ടെത്തി. ഏറ്റവും ചെറുതും ലൈറ്റായിട്ടുള്ളതും പിന്നെന്താണ് ലൈറ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് കനാൽ റേസ്, അതായത് പോസിറ്റീവ് പാർട്ടിക്കിൾസ് ഇതിൽ നിന്ന് കണ്ടെത്തി. അദ്ദേഹം കണ്ടു. ഇതിനെയാണ് എന്ത് പറയുന്നത്? പ്രോട്ടോൺസ് എന്ന് വിളിച്ചു. അദ്ദേഹം എന്ത് വിളിച്ചു? ഇതിനെ പ്രോട്ടോൺസ് എന്ന് വിളിച്ചു. ഓക്കെ, ഏർണസ്റ്റ് റുദർഫോർഡ് established that the protons are subatomic particle and he named it as proton. അതായത് ഏണസ്റ്റ് റുദർഫോർഡ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ പ്രോട്ടോണ് സബറ്റോമിക് കണമാണെന്ന് കണ്ടെത്തി. അതിന് സബറ്റോമിക് കണമാണെന്നും അതുപോലെ തന്നെ പ്രോട്ടോൺ എന്ന് പേര് നൽകിയതും ആരാണ്? ഈ ഏണസ്റ്റ് റുദർഫോർഡ് എന്ന ശാസ്ത്രജ്ഞനാണ്. ഓക്കെ, അപ്പോൾ വില്യം ക്രൂക്സ് 1875 ഈ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് നടത്തി. അതിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയത് എന്താണ്? ഇലക്ട്രോൺസിനെ കണ്ടെത്തി. അപ്പോൾ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റിൽ കാഥോഡിൽ നിന്നും വരുന്ന റേസാണ്. അപ്പോൾ അവിടെ ഉപയോഗിച്ചത് ആനോഡ് എങ്ങനെയായിരുന്നു? ആനോഡിലായിരുന്നു ഹോൾസ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇവിടെ ഓയിഗൻ ഗോൾഡ്സ്റ്റെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് തന്നെ കണ്ടക്ട് ചെയ്തു. അവിടെ ആനോഡിലല്ല എന്തുണ്ടായത്? കാഥോഡിലാണ് ഹോൾസ്. അവിടെ പെർഫറേറ്റഡ് കാഥോഡാണ് യൂസ് ചെയ്തത്. പെർഫറേറ്റഡ് കാഥോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇലക്ട്രോഡ് വിത്ത് ഹോൾസ് ഇൻ ഇറ്റ്. അതിൽ നെഗറ്റീവ് ഇലക്ട്രോഡ് വിത്ത് ഹോൾസ് ഇൻ ഇറ്റ് ഓർ കാഥോഡ്. അപ്പോൾ പെർഫറേറ്റഡ് കാഥോഡാണ് അവിടെ യൂസ് ചെയ്തത്. അപ്പോൾ അവിടെ എന്താണ് അദ്ദേഹം കണ്ടുപിടിച്ചു? കനാൽ റേസ് കണ്ടുപിടിച്ചു. കനാൽ റേസ് 1886 അദ്ദേഹം ഡിസ്കവർ ചെയ്തു. ആര്? ഓയിഗൻ ഗോൾഡ്സ്റ്റെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ. അപ്പോൾ ഈ റേസ് ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് വരുന്ന റേസാണ്. ഈ കനാൽ റേസ് ആനോഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഇതിനെ എന്ത് വിളിക്കുന്നു? ആനോഡ് റേസ് എന്ന് വിളിക്കുന്നു.
ഈ റേസിൽ എന്താ ഉള്ളത്? പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണുള്ളത്. ഈ ആനോഡ് റേസിൽ അല്ലെങ്കിൽ ഈ കനാൽ റേസിൽ എന്തുണ്ട്? പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് ഉള്ളത്. ഓക്കെ, ഈ കനാൽ റേസിന്റെ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് വരും. എങ്ങനെ? ആ ഡിസ്ചാർജ് ട്യൂബിലുള്ള ഗ്യാസസ് മാറുന്നതിനനുസരിച്ച് എന്ത് വരും? ഈ കനാൽ റേസിന്റെ പ്രോപ്പർട്ടീസിലും ചേഞ്ചസ് ഉണ്ടാവും. ഇപ്പോൾ ഈ ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഈ എക്സ്പെരിമെന്റിൽ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് നിറച്ചിട്ടുള്ള ഈ ട്യൂബിൽ കണ്ടെത്തിയത് കനാൽ റേസ് എങ്ങനെയായിരുന്നു? കനാൽ റേസിൽ വളരെ സ്മോളസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ് പോസിറ്റീവ് പാർട്ടിക്കിൾസ് കണ്ടെത്തി. ഹൈഡ്രജൻ ഗ്യാസ് നിറച്ചിട്ടുള്ള ഡിസ്ചാർജ് ട്യൂബായിരുന്നു അതിലായിരുന്നു അദ്ദേഹം ഒയ്ഗൻ ഗോൾഡ്സ്റ്റൈൻ എക്സ്പെരിമെന്റ് ചെയ്തത്. അപ്പോൾ അതിൽ എന്ത് കണ്ടെത്തി? കനാൽ റേസിൽ എന്തുണ്ടായി? കനാൽ റേസിൽ സ്മോളസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ്, അതായത് ലീസ്റ്റ് വെയിറ്റ് ആയിട്ടുള്ള പോസിറ്റീവ് പാർട്ടിക്കിൾസ് അദ്ദേഹം ഫൗണ്ട് ചെയ്തു, കണ്ടു. അദ്ദേഹം എന്ത് വിളിച്ചു? പ്രോട്ടോൺസ് എന്ന് പറഞ്ഞു. ദേ ആർ കോൾഡ്. ഇതിനെയാണ് പറയുന്നത്, അദ്ദേഹം അല്ല വിളിച്ചത്, ഇതിനെ പറയുന്ന പേരാണ് എന്ത്? പ്രോട്ടോൺസ് എന്ന് പറഞ്ഞു വിളിക്കുന്നത്. അപ്പോൾ when the experiment is done using hydrogen gas in the tube, the canal rays with the smallest and highest positive particles were found. They are called protons. പിന്നീട് ഏണസ്റ്റ് റുദർഫോൾഡ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് എന്ത്? പ്രോട്ടോൺസ് കണ്ടെത്തിയതും പ്രോട്ടോൺസ് എന്നുള്ള പേര് നൽകിയതും അത് ഒരു സബറ്റോമിക് പാർട്ടിക്കിൾ ആണെന്ന് കണ്ടെത്തിയതും. അതായത് ഏണസ്റ്റ് റുദർഫോർഡ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് പ്രോട്ടോൺ എന്ന് പറയുന്നത് ഒരു സബറ്റോമിക് കണമാണെന്നും അതുപോലെ തന്നെ പ്രോട്ടോൺ എന്ന പേര് നൽകിയതും ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ്. ഗോൾഡ്സ്റ്റൈൻ കണ്ടുപിടിച്ചു അവിടെ പോസിറ്റീവ് കണങ്ങളുണ്ട്. ഹൈഡ്രജൻ വാതകം ഉപയോഗിച്ചിട്ട് നടത്തിയ ഡിസ്ചാർജ് ട്യൂബിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ കനാൽ റേസിൽ വളരെ ചെറുതും വളരെ വെയിറ്റ് കുറഞ്ഞതുമായിട്ടുള്ള പോസിറ്റീവ് കണങ്ങളുണ്ടെന്ന് കണ്ടെത്തി. ഇത് പ്രോട്ടോണുകൾ എന്നറിയപ്പെട്ടു. ഈ പ്രോട്ടോൺ ഒരു സബറ്റോമിക് കണമാണെന്നും പ്രോട്ടോൺ എന്ന് പേര് നൽകിയതുമാരാണ് ഏണസ്റ്റ് റുദർഫോർഡ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ്. ഓക്കെ, അപ്പോൾ പ്രോട്ടോൺ കണ്ടുപിടിക്കുന്ന സമയത്ത് ഡിസ്ചാർജ് ട്യൂബിൽ എന്താണ്? ആനോഡ് ടു കാഥോഡിലേക്കാണ് റേസ് സഞ്ചരിച്ചത്. അതുകൊണ്ട് ഇതിനെ ആനോഡ് റേസ് എന്ന് വിളിക്കുന്നു, ഓർ കനാൽ റേസ് എന്നും പറയുന്നു. അതുപോലെ തന്നെ അവിടെ പെർഫോറേറ്റഡ് കാഥോഡാണ്. അതായത് എന്താണ് പെർഫോറേറ്റഡ് കാഥോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നെഗറ്റീവ് ചാർജ് ഇലക്ട്രോഡ് വിത്ത് ഹോൾസ് ഇൻ ഇറ്റ്. ഓക്കെ, പെർഫോറേറ്റഡ് ആനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? നമ്മൾ കാഥോഡ് റേസിൽ എന്താ കണ്ടുപിടിച്ചത്? പെർഫോറേറ്റഡ് ആനോഡാണ്. അതായത് പോസിറ്റീവ് ചാർജ് ഇലക്ട്രോഡ് വിത്ത് എന്താണ്? ഹോൾസ് ഇൻ ഇറ്റ്. ഓക്കെ, അപ്പോൾ കാഥോഡിൽ നിന്നും ആനോഡിലേക്കാണ് അത് റേസ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിന് കാഥോഡ് റേസ് എന്ന് പറയുന്നത്. നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആണത്. ഓക്കെ, ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടോൺസ് ആണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഒന്ന് വായിച്ചു തരാം. ദേ ആർ ഡിസ്കവേർഡ് ബൈ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് യൂസിങ് പെർഫോറേറ്റഡ് cathode or negative electrode with holes in it. Canal rays are discovered in 1886 by Eugen Goldstein. These are travel from anode to cathode. As the canal rays starts from anode, they are called anode rays. These rays carries positively charged particles. Properties of canal rays changes according to the gases inside the discharge tube. When the experiment is done using hydrogen gas in the tube, canal rays with the smallest and lightest positive particles were found. They are called protons. Ernest Rutherford established that the protons are subatomic particles and he named it as proton. Okay. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആൻ ആറ്റം, തോംസൺസ് ആറ്റം മോഡൽ. അതായത് പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആൻ ആറ്റം. പ്ലം പുഡിംഗ് മോഡൽ, ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മോഡൽ കണ്ടുപിടിച്ചിട്ടുള്ളത്, ഈ ആറ്റം മോഡൽ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത് ജെ തോമസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ്. ആറ്റം മോഡൽ പ്രൊപ്പോസ്ഡ് ബൈ ജെ തോമസൺ. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോസിറ്റീവ് സ്ഫിയർ, അതിൽ നെഗറ്റീവ് ചാർജ്ഡ് ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. എങ്ങനെ? ഒരു പ്ലംസ് ഇൻ എ പുഡിങ്ങിൽ
പ്ലംസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പോലെ. അതായത് നമ്മൾ കേക്ക് കണ്ടിട്ടില്ലേ, പ്ലം കേക്ക്, പുഡിംഗ് കേക്ക്, അതിൽ പ്ലംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ടുണ്ടോ? അതുപോലെയാണ് ഇന്ന് പോസിറ്റീവ് സ്പിയറിൽ നെഗറ്റീവ് ചാർജ്ഡ് ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മാതൃകേനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ആരാണ്? ജെ തോംസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ്. ആറ്റം മോഡൽ പ്രൊപ്പോസ്ഡ് ബൈ ജെ തോംസൺ. ഇമാജിൻ ദാറ്റ് ദ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻസൈഡ് ദ പോസിറ്റീവ് സ്പിയർ ആസ് പ്ലംസ് ഇൻ എ പുഡിംഗ്. As the number of positively charged particles and the number of negatively charged particles are equal, so atom is electrically neutral. അതായത് ഇതിലെ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസും നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസും ഈക്വലാണ്. സോ ആറ്റം എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. തോംസൺസ് ആറ്റം മോഡൽ ഈസ് റിജക്റ്റഡ്. ഈ ആറ്റം മോഡൽ റിജക്റ്റ് ചെയ്തു. എന്താ കാരണം? ബിക്കോസ് ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ മെനി എക്സ്പെരിമെൻ്റൽ റിസൾട്ട് റിലേറ്റഡ് വിത്ത് ആറ്റം. അതായത് ഈ ഒരു ആറ്റം മാതൃക, ഈ ആറ്റം മോഡൽ റിജക്റ്റ് ചെയ്തു. കാരണം എന്താ? ആറ്റങ്ങളുമായി ബന്ധപ്പെട്ട പല പരീക്ഷണ ഫലങ്ങൾക്കും വിശദീകരണം നൽകാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ മാതൃക അവർ റിജക്റ്റ് ചെയ്തു. ഓക്കെ, അതായത് ജെ തോംസൺ ആണ് പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആൻ ആറ്റം, തോംസൺസ് ആറ്റം മോഡൽ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് സ്പിയറിൽ നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ? പ്ലംസ് ഇൻ എ പുഡിങ്ങിൽ പ്ലംസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പോലെ. ഓക്കെ, ഇതിലെ പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസും നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസും എന്താണ്? ഈക്വലാണ്. സോ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. പക്ഷേ ഇത് കുറച്ചായപ്പോൾ ഈ തോംസൺസ് ആറ്റം മോഡൽ റിജക്റ്റ് ചെയ്തു. കാരണം ഇറ്റ് ക്യാനോട്ട് എക്സ്പ്ലെയിൻ മെനി എക്സ്പെരിമെൻ്റൽ റിസൾട്ട്സ് റിലേറ്റഡ് വിത്ത് ആറ്റം. ആറ്റത്തെ പറ്റിയുള്ള പല എക്സ്പെരിമെൻ്റൽ റിസൾട്ടും അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. സോ അതുകൊണ്ട് ഈ തോംസൺസ് ആറ്റം മോഡൽ റിജക്റ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് റേഡിയോ ആക്ടിവിറ്റി എന്താണെന്നാണ്. റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റേഡിയോ ആക്ടിവിറ്റി ഈസ് ദ ഫിനോമിനൻ ഇൻ വിച്ച് certain elements like uranium, thorium emit radiation on their own. അതായത് യുറാനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം ചില സമയത്ത് റേഡിയേഷൻസ് പുറത്തുവിടുന്ന പ്രതിഭാസങ്ങൾ ചില സമയത്ത് റേഡിയേഷൻസൊക്കെ അവർ പുറത്തുവിടും. ഈ പ്രതിഭാസത്തെ പറയുന്ന പേരാണ് എന്ത്? റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ പറയുന്നതാണ് റേഡിയോ ആക്ടിവിറ്റി. ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ ഹെൻറി ബെക്വറൽ ഇൻ 1896. 1896 ഹെൻറി ബെക്വറൽ എന്ന ശാസ്ത്രജ്ഞനാണ് ഈ റേഡിയോ ആക്ടിവിറ്റി ഡിസ്കവർ ചെയ്തത്. മെയിൻലി 3 types ഓഫ് റേഡിയേഷൻസ് ആർ എമിറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് റേഡിയോ ആക്ടിവിറ്റി. ഈ റേഡിയോ ആക്ടിവിറ്റി മുഖേന 3 ടൈപ്പ് റേഡിയേഷൻസാണ് എമിറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ആൽഫ റേസ് ഉണ്ട്. ആൽഫ റേസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആൻഡ് മാസ്. ആൽഫ റേസ് വിത്ത് പോസിറ്റീവ് ചാർജ് ആൻഡ് മാസ്. പിന്നെ വരുന്നതാണ് ബീറ്റ റേസ് വിത്ത് നെഗറ്റീവ് ചാർജ്. പിന്നെ വരുന്നതാണ് ഗാമ റേസ് വിത്ത് നോ ചാർജ് ആൻഡ് മാസ്. അങ്ങനെ 3 തരത്തിലുള്ള റേസാണ് റേഡിയോ ആക്ടിവിറ്റി മൂലം എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ്. ഏതൊക്കെയാണ്? ആൽഫ റേസ്, ബീറ്റ റേസ് ആൻഡ് ഗാമ റേസ്. ആൽഫ റേസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആൻഡ് മാസ്. ആൽഫ റേസ് വിത്ത് പോസിറ്റീവ് ചാർജ് ആൻഡ് മാസ്, ബീറ്റ റേസ് വിത്ത് നെഗറ്റീവ് ചാർജ് ആൻഡ് ഗാമ റേസ് വിത്ത് നോ ചാർജ് ആൻഡ് നോ മാസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റുദർഫോർഡ്സ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് ആണ്. റുദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ 1911 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഏണസ്റ്റ് റുദർഫോർഡ്, ഹാൻസ് ഗീഗർ ആൻഡ് ഏണസ്റ്റ് മാസ്റ്റൺ കണ്ടക്റ്റഡ് എക്സ്പെരിമെൻറ്റ്. അതായത് 1911 ഏണസ്റ്റ് റുദർഫോർഡിൻ്റെ നേതൃത്വത്തിൽ ഹാൻസ് ഗീഗറും ഏണസ്റ്റ് മാസ്റ്റനും ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തു.
എക്സ്പെരിമെൻറ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ബൊംബാർഡിങ് ആൽഫ റേസ് ഓൺ എ തിൻ ഗോൾഡ് ഫോയിൽ, വെരി തിൻ ഗോൾഡ് ഫോയിൽ. അതായത് ആൽഫ റേസ് ഒരു തിൻ ഗോൾഡ് ഫോയിലേക്ക് ഹിറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് അവർ കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്ത സമയത്ത് അവർക്ക് സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റം അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ച് കുറേയധികം ക്ലാരിറ്റി കിട്ടി. ഓക്കെ, അപ്പോൾ ഈ റുദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിലൂടെയാണ് അവർക്ക് ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ച് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടിയത്. മുഴുവനായിട്ടെന്ന് പറയാൻ പറ്റില്ല, കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടിയത് ഈ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് വെച്ചിട്ടാണ്. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബീം ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ആർ പ്രൊജക്റ്റഡ് പെർപെൻഡിക്കുലർലി ടു എ തിൻ ഗോൾഡ് ഫോയിൽ ആൻഡ് ദ എമേർജ്ഡ് പാർട്ടിക്കിൾസ് ആർ സ്റ്റഡീഡ് ബൈ ഫോട്ടോഗ്രാഫിംഗ് ദം ഇൻ എ സർക്കുലർലി അറേഞ്ച്ഡ് ഫോട്ടോഗ്രാഫിക് ഫിലിം. അതായത് വളരെ ഒരു നേർത്ത സ്വർണ്ണത്തകിടിലേക്ക് അല്ലെങ്കിൽ ഒരു തിൻ ഗോൾഡ് ഫോയിലിലേക്ക് ആൽഫ പാർട്ടിക്കിൾസ് പറയുന്ന പോസിറ്റീവ്ലി ചാർജ്ഡ് റേഡിയോ ആക്റ്റീവ് റേസിനെ പറയുന്ന പേരാണ് ആൽഫ പാർട്ടിക്കിൾസ്. ഈ ആൽഫ പാർട്ടിക്കിൾസ് പതിപ്പിച്ചിട്ട് എമേർജ് ചെയ്യുന്ന പാർട്ടിക്കിൾസിനെ പുറത്തുവിടുന്നവയെ ഒരു വൃത്താകൃതിയിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിലേക്ക് പതിപ്പിച്ചിട്ടാണ് ഇത് ഒബ്സർവ് ചെയ്തത് അല്ലെങ്കിൽ ഇതിനെ സ്റ്റഡി ചെയ്തത്. അപ്പോൾ അവർക്ക് കുറേ ഒബ്സർവേഷൻസ് ഒക്കെ കിട്ടി. ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദ ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ. അതായത് അതിലത്തെ ഭൂരിഭാഗം ആൽഫ പാർട്ടിക്കിൾസ് ഒരു ഡീവിയേഷനും ഇല്ലാതെയാണ് ഫോയിലിൽ കൂടെ കടന്നുപോയത്. ഈ ഫ്യൂ ഓഫ് ദം ഡീവിയേറ്റഡ് ഇൻ എ സ്മോൾ ആംഗിൾസ്. അതിൽ വളരെ കുറച്ച് മാത്രം ആൽഫ പാർട്ടിക്കിൾസ് ചെറിയ ആംഗിൾസിൽ, സ്മോൾ ആംഗിൾസിൽ ഡീവിയേറ്റ് ചെയ്തു. വെരി ഫ്യൂ ഓഫ് ദം റിട്ടേൺഡ് ആഫ്റ്റർ ഹിറ്റിംഗ് ദ ഫോയിൽ. കുറച്ചെണ്ണം മാത്രം ഫോയിലിൽ ഹിറ്റ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്തു, തിരികെ വന്നു അല്ലേ. അത് ഡീവിയേറ്റഡ് ഇൻ ആൻ ആംഗിൾ 180 ഡിഗ്രി. അത് ഡീവിയേറ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? 180 ഡിഗ്രിയിലാണ് അത് ഡീവിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് അവർ കുറേ കൺക്ലൂഷനിലേക്ക് എത്തി. അതായത് മേജർ പാർട്ട് ഓഫ് ദി ആറ്റം എന്ന് പറയുന്നത് എംപ്റ്റി ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി പാർട്ടിക്കിൾസ് പാസ്ഡ് ദ ഫോയിൽ വിത്തൗട്ട് ഡീവിയേഷൻ. ഒരു ഡീവിയേഷനും ഇല്ലാണ്ടാണ് ആൽഫ പാർട്ടിക്കിൾസ്, മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസും ഒരു ഡീവിയേഷനും ഇല്ലാണ്ടാണ് ഫോയിലിലൂടെ കടന്നു പോയിട്ടുള്ളത്. സോ ആൽഫ പാർട്ടിക്കിൾസ് അതുകൊണ്ട് മേജർ പാർട്ട് ഓഫ് ദി ആറ്റം എന്ന് പറയുന്നത് അതിലത്തെ ആറ്റത്തിലെ മേജർ പാർട്ടും എംപ്റ്റി ആണെന്നാണ് പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇൻസൈഡ് ദ ആറ്റത്തിൻ്റെ ഉള്ളിൽ ഒരു സ്മോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ട്. ആറ്റത്തിൻ്റെ ഉള്ളിൽ കുറച്ച് സ്മോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടുണ്ട്, കുറച്ച് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ട്, ഒരു ചെറിയ ഭാഗം പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്മോൾ നമ്പർ ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൽഫ പാർട്ടിക്കിൾസ് ആർ ഡീവിയേറ്റഡ് ഇൻ എ സ്മോൾ ആംഗിൾസ് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അത് ചെറിയ ആംഗിൾസ് ഉള്ളതുകൊണ്ട്, ചെറിയ ആംഗിൾസിൽ ഡീവിയേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിൽ നിന്ന് മനസ്സിലായി വളരെ കുറച്ച് ഭാഗത്ത് മാത്രം പോസിറ്റീവ് ചാർജുള്ള ഒരു ഭാഗമുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് the whole positive charge and the major part of mass of atom is centralized in a small volume. അതായത് ആറ്റത്തിൻ്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആറ്റത്തിൻ്റെ മധ്യഭാഗത്തുള്ള ഒരു ചെറിയൊരു വ്യാപ്തത്തിലാണ്, ചെറിയൊരു വോളിയത്തിലാണ് ആറ്റത്തിൻ്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ കേന്ദ്രഭാഗം അല്ലെങ്കിൽ അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ കേന്ദ്രഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ദ സെൻറ്റർ ഈസ് എക്സ്ട്രീംലി സ്മോൾ വെൻ കമ്പയർഡ് ടു സൈസ് ഓഫ് ദി ആറ്റം. അത് നമ്മൾ ആറ്റത്തിൻ്റെ സൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ് അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. സോ അത് ആൽഫ പാർട്ടിക്കിൾസ് വിച്ച് ബൗൺസ് ബാക്ക് വെർ ദോസ് ദാറ്റ് വെർ ഡിറക്റ്റഡ് ടു ദിസ് സെൻറ്റർ. അതായത് ഇതിന് നേരെ വന്ന ആൽഫ കണങ്ങളാണ് 180 ഡിഗ്രിയിൽ തിരികെ വന്നത്. ഈ കേന്ദ്രത്തെ പറയുന്നതാണ്. അതായത്
അതായത് ഇതിലേക്ക് വന്ന് നേരെ വന്ന ആൽഫ കണങ്ങളാണല്ലോ 180 ഡിഗ്രി കോണളവിലേക്ക് തിരികെ വന്നത്. സോ അദ്ദേഹം ഈ കേന്ദ്രത്തെ എന്ത് വിളിച്ചു? ബൗൺസ് ബാക്ക് ചെയ്തിട്ട് വന്നില്ലേ? അപ്പോൾ സോ ആ കേന്ദ്രത്തെ എന്ത് വിളിച്ചു? ഈ കോൾഡ് ദി സെൻറ്റർ ഈസ് ന്യൂക്ലിയസ് എന്ന് അദ്ദേഹം വിളിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ന്യൂക്ലിയസിനെ ഒന്ന് നിർവചിക്കാം. ന്യൂക്ലിയസിനെ ഒരു ഡെഫിനിഷൻ കൊടുക്കാം. എന്താണ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ സ്മോൾ പാർട്ട് ഇൻസൈഡ് ദ ആറ്റം വേർ ദ വോൾ പോസിറ്റീവ് ചാർജ് ആൻഡ് ദ മേജർ പാർട്ട് ഓഫ് ദി മാസ് ഈസ് സെൻട്രലൈസ്ഡ്. എന്താ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ സ്മോൾ പാർട്ട് ഇൻസൈഡ് ദ ആറ്റം where the whole positive charge and the major part of the mass is centralized. അതായത് ആറ്റത്തിൻ്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും മാസിൻ്റെ ഭൂരിഭാഗവും കേന്ദ്രീകരിച്ചിരിക്കുന്ന വളരെ ഒരു ചെറിയ ഭാഗമാണ് എന്ത്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ആറ്റത്തിൻ്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും മാസിൻ്റെ ഭൂരിഭാഗവും കേന്ദ്രീകരിച്ചിരിക്കുന്ന വളരെ ചെറിയ ഭാഗമാണെന്ത്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റുദർഫോർഡിൻ്റെ ആറ്റം മോഡലാണ്. ഈ റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിനെ അവർ കമ്പയർ ചെയ്തിട്ട് പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാനറ്ററി മോഡൽ ഓഫ് ആൻ ആറ്റം, അതായത് ഒരു സൗരയുധ മാതൃകയിലാണ് അവർ പഠിപ്പിക്കുന്നത്. റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിനെ എങ്ങനെയാണ് കമ്പയർ ചെയ്ത് പഠിപ്പിക്കുന്നത്? പ്ലാനറ്ററി മോഡൽ ഓഫ് ആൻ ആറ്റം, ഒരു സൗരയുധ മാതൃകയിലാണ് പഠിപ്പിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ദ ആറ്റം ഹാസ് സെൻറ്റർ കോൾഡ് ന്യൂക്ലിയസ്. ദ ആറ്റം ഹാസ് സെൻറ്റർ കോൾഡ് ന്യൂക്ലിയസ്. ആറ്റത്തിന് എന്തുണ്ട്? ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു സെൻറ്റർ ഉണ്ട്, ഒരു കേന്ദ്ര ഭാഗമുണ്ട്. ഓക്കെ, ദ സൈസ് ഓഫ് ദി ന്യൂക്ലിയസ് ഈസ് എക്സ്ട്രീംലി സ്മോൾ വെൻ കമ്പയർഡ് ടു സൈസ് ഓഫ് ദി ആറ്റം. അതായത് ആറ്റത്തിൻ്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന് വളരെയധികം വലിപ്പം കുറവാണ്. സൈസ് ഓഫ് ദി ന്യൂക്ലിയസ് ഈസ് എക്സ്ട്രീംലി സ്മോൾ ആസ് കമ്പയർഡ് ടു ദ സൈസ് ഓഫ് ദി ആറ്റം. ദ എൻറ്റയർ പോസിറ്റീവ് ചാർജ് ആൻഡ് ദ മോസ്റ്റ് ഓഫ് ദി മാസ് ഓഫ് ദി ആറ്റം ആർ കോൺസെൻട്രേറ്റഡ് ഇൻ ദ ന്യൂക്ലിയസ്. അതായത് ആറ്റത്തിൻ്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും മാസ് ഏകദേശം പൂർണ്ണമായും ന്യൂക്ലിയസിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആറ്റത്തിൻ്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും അതുപോലെ മാസും ഒക്കെ ന്യൂക്ലിയസിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സെൻട്രലൈസ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. ഇലക്ട്രോൺസ് റിവോൾവ് വെരി ഫാസ്റ്റ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ സർക്കുലർ പാത്ത് ഓർ ഓർബിറ്റ്. അതായത് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിൽ ഓർബിറ്റിൽ വളരെ വേഗത്തിൽ ചെയ്യുന്നുണ്ട്? വളരെ വേഗത്തിൽ റിവോൾവ് ചെയ്യുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് സർക്കുലർ പാത്തിൽ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, റിവോൾവ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺസ് റിവോൾവ് വെരി ഫാസ്റ്റ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ സർക്കുലർ പാത്ത് ഓർ ഓർബിറ്റ്. ഓക്കെ, ഇതാണ് റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ അല്ലെങ്കിൽ പ്ലാനറ്ററി മോഡൽ ഓഫ് ആൻ ആറ്റം. ആറ്റത്തിൻ്റെ സെൻറ്റർ എന്താണ്? ആറ്റത്തിൻ്റെ സെൻറ്ററിനെ പറയുന്നതാണ് ന്യൂക്ലിയസ്. സൈസ് ഓഫ് ദി ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ്? വെരി സ്മോളാണ് ആസ് കമ്പയർഡ് ടു സൈസ് ഓഫ് ദി ആറ്റം. ദ എൻറ്റയർ പോസിറ്റീവ് ചാർജ് ആൻഡ് ദ മോസ്റ്റ് ഓഫ് ദി മാസ് ഈസ് സെൻട്രലൈസ്ഡ് ഇൻ ദ ന്യൂക്ലിയസിലേക്കാണ് സെൻട്രലൈസ് ചെയ്തിട്ടുള്ളത്. ഇലക്ട്രോൺസ് എന്ത് ചെയ്യുകയാണ്? ഈ ന്യൂക്ലിയസിൻ്റെ ചുറ്റും സർക്കുലർ പാത്ത് അല്ലെങ്കിൽ ഓർബിറ്റിൽ കൂടെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ലിമിറ്റേഷൻസ് ഓഫ് റുദർഫോർഡ് ആറ്റം മോഡൽ. അതായത് റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പ്രകാരം ഈ മോഷനിലിരിക്കുന്ന അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ചാർജുള്ള പാർട്ടിക്കിൾസ് തുടർച്ചയായിട്ട് ഊർജം പുറത്തുവിടേണ്ടതുണ്ട്, തുടർച്ചയായിട്ട് എനർജി എമിറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ അതിൽ റുദർഫോർഡ് മാതൃക അനുസരിച്ചിട്ട് ന്യൂക്ലിയസിന് ചുറ്റും വലം വയ്ക്കുന്ന നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസുകൾ തുടർച്ചയായിട്ട് ഊർജം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ന്യൂക്ലിയസിൽ വന്ന് പതിക്കേണ്ടതുണ്ട്. ഊർജം നഷ്ടപ്പെടുമ്പോൾ സാധാരണഗതിയിൽ അത് വന്നിട്ട് ന്യൂക്ലിയസിൽ വന്നിട്ട് ഹിറ്റ് ചെയ്യും അല്ലെങ്കിൽ ന്യൂക്ലിയസിൽ വന്ന് പതിക്കും. അപ്പോൾ ഇപ്രകാരം
സാധാരണഗതിയിൽ എന്താണ് ഈ ചാർജുള്ള കണങ്ങൾ തുടർച്ചയായിട്ട് ഊർജ്ജം ഇങ്ങനെ എനർജി എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ കുറച്ചും കൂടി ഇങ്ങനെ കുറേ എമിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് എന്താ ഇലക്ട്രോണുകൾ അവരുടെ ഊർജ്ജമൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവർ ന്യൂക്ലിയസിൽ വന്നിട്ട് പതിക്കും. സോ അങ്ങനെ പതിക്കുന്നില്ല, അങ്ങനെ ഉണ്ടാവുന്നില്ല. സോ ആറ്റത്തിൻ്റെ സ്ഥിരത വിശദീകരിക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? ഈ മോഡലിന് സാധിച്ചില്ല, റുദർഫോർഡിൻ്റെ മാതൃകയ്ക്ക് സാധിച്ചില്ല. അതാണ് എന്താ ലിമിറ്റേഷൻസ് ഓഫ് റുദർഫോർഡ് ആറ്റം മോഡൽ. അക്കോർഡിംഗ് ടു ദ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, എ ചാർജ്ഡ് ബോഡി ഇൻ മോഷൻ ഷുഡ് കണ്ടിന്യൂസ്ലി എമിറ്റ് എനർജി. ഹെൻസ് നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസ് റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഷുഡ് continuously lose energy and collapse into the nucleus, but this does not happen. Therefore, Rutherford atom model failed to explain the stability of an atom. Okay, next നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂട്രോൺ ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ഡിസ്കവർ ചെയ്തത് ജെയിംസ് ചാഡ്വിക് എന്ന് പറഞ്ഞിട്ടുള്ള ശാസ്ത്രജ്ഞനാണ്. 1932 ജെയിംസ് ചാഡ്വിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് ഇന്ന് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക്കലി ന്യൂട്രൽ, അതായത് ചാർജ്ലെസ് പാർട്ടിക്കിളാണ്. ചാർജ്ലെസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കലി ന്യൂട്രൽ പാർട്ടിക്കിളാണ് ഇന്ന് ന്യൂട്രോൺ എന്ന് പറയുന്നത്. അത് എവിടെയാണ് കാണുന്നത്? ഫൗണ്ട് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്, ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് കാണുന്നത്. ഹാസ് എ മാസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. അതായത് ഇതിൻ്റെ മാസ് എന്തിനോട് ഈക്വലാണ്? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിനോട് ഈക്വലാണ്. അതായത് ഈ ജെയിംസ് ചാഡ്വിക് 1932 കുറച്ച് നിർവീര്യ കണങ്ങൾ കൂടി ന്യൂക്ലിയസിനകത്ത് ഉണ്ടെന്നും അവയ്ക്ക് ഏകദേശം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസാണെന്നും കണ്ടെത്തി. ചാർജ് ഇല്ലാത്തതിനാൽ ഈ കണങ്ങൾക്ക് എന്ത് പേരിട്ടു? ന്യൂട്രോൺ എന്ന് പേരിട്ടു. ഓക്കെ, അപ്പോൾ ചാർജ്ലെസ് പാർട്ടിക്കിളാണിത്, ഇലക്ട്രിക്കലി ന്യൂട്രൽ പാർട്ടിക്കിളാണ്. ഇൻസൈഡ് ദ ന്യൂക്ലിയസ്, ഫൗണ്ട് ഇൻ ഇൻസൈഡ് ദ ന്യൂക്ലിയസ്, ഹാസ് മാസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഹൈഡ്രജൻ ആറ്റം, മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം, ആൻഡ് ഡിസ്കവേർഡ് ബൈ ഹു ഇസ് ഡിസ്കവേർഡ്? ജെയിംസ് ചാഡ്വിക് ഇൻ 1932. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഇത്രേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇലക്ട്രോൺ പഠിച്ചു, പ്രോട്ടോൺ പഠിച്ചു, ന്യൂട്രോൺ പഠിച്ചു, അതുപോലെ തന്നെ ആറ്റം എന്താണെന്ന് പഠിച്ചു, മോളിക്യൂൾ എന്താണെന്ന് പഠിച്ചു. പിന്നെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്, കനാൽ റേസ്, കാത്തോഡ് റേസ്, റുദർഫോർഡ് ആറ്റം മോഡല്, ന്യൂട്രോൺസ് ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് വരിക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടി എനർജിയോട് കൂടി കാണാം. Bye. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.